എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് രേവതി അങ്ങോട്ട് അടുത്തേക്ക് എന്നിട്ട് സച്ചിക്ക് ടാറ്റോ കൊടുക്കുന്നുണ്ട്. പിന്നീട് സച്ചി തിരികെ അങ്ങോട്ട് കയറി വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സെൽഫി ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ രേവതിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് രേവതിയുടെ അടുത്തേക്ക് സച്ചി ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ രേവതി ഓർത്തെന്താ തനിക്ക് ഉമ്മ തരാൻ വേണ്ടി സച്ചി വരുന്നതായിരിക്കും. ആ ഒരു ചിന്തയോടുകൂടി രേവതി ഇങ്ങനെ സച്ചി അടുത്തടുത്തേക്ക് വരുമ്പോഴത്തേനും ഇനി കണ്ണടച്ചങ്ങ് നിൽക്കുവാണ്. പെട്ടെന്ന് രേവതിയുടെ അടുത്തേക്ക് കാതലിനോട് ചേർന്ന് സച്ചി പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെന്ന് പറയാം. എന്താ? അതെ ഞാനേ അവിടെ ചെന്ന് കഴിയുമ്പോ ഈ ഇൻസേർട്ട് ചെയ്തൊന്ന് അഴിച്ചിട്ടോണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടോ പെട്ടെന്ന് രേവതി കണ്ണു തുറന്നു. അതാണ് കാര്യം. അതിനിപ്പോ എന്താ കുഴപ്പമില്ല. അതെന്താന്ന് വെച്ചാലേ ഭയങ്കര ചൂടുള്ള സമയല്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ചൂടാവും. പനി ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥയായിരിക്കും എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ചെയ്തോളാം പറയാണ്. രേവതിക്ക് ഒരു നാണമൊക്കെ വന്നായിരുന്നു. രേവതി വിചാരിച്ചുകൊണ്ടിരുന്നേ ഈ വഴി വെച്ച് തന്നെ തനിക്കൊരു ഉമ്മ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നേ. പിന്നീട് സച്ചിക്ക് പോയതിനു ശേഷം രേവതി അകത്തേക്ക് വരുവാണ്. ഈ സമയം രവീന്ദ്രൻ ചെന്നിട്ട് ചോദിച്ചു, മോളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം കാണുന്നുണ്ടല്ലോ എന്ന് പറയണം. രേവതി ചിരിക്കുക മാത്രം ചെയ്തു. അതെ എനിക്ക് മനസ്സിലായിപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി, നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം. ഇത് കേട്ടാൻ രേവതി ഒന്ന് ചിരിച്ചു. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ അച്ഛമ്മേനെയും മോളുടെ അമ്മേനെയും വിളിച്ച് അറിയിക്കണം, അവർക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയുടെ അമ്മ അവര് കടയിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പരിചയത്തിലുള്ളൊരു ചേച്ചിനെ കാണുവാണ്. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് ചോദിച്ചു, ആദ്യം എന്തെന്ന് ചോദിക്കാം. ആദ്യം സ്കൂളിൽ പോയെന്ന് പറയാം. അല്ല കല്യാണി വരാറുണ്ടോ? കല്യാണി കുറച്ചു നാളായി വന്നിട്ടെന്ന് പറയാണ്. അങ്ങനെ എന്നാ ശരി ഞാനും കൂടെ പോയേക്കോ, ഓഫീസിലെത്താൻ താമസിക്കുമെന്ന് പറഞ്ഞ് അവരിങ്ങ് നടക്കുവാണ്. ഈ സമയം വിമല എന്ത് ചെയ്യാണ്? വിമല അങ്ങോട്ട് നടന്ന് ഇച്ചിരി സമയം നടന്നപ്പോഴത്തേനും വിമലയ്ക്ക് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ അങ്ങോട്ട് തോന്നി. ഒരു 2 സ്റ്റെപ്പ് വെച്ചോളൂ, തല ഇറങ്ങുന്ന പോലെ തോന്നി. എന്താ സംഭവിച്ചെന്ന് അറിയുന്നതിന് മുമ്പ് വിമല താഴേക്ക് വീഴുവാണ്. അപ്പൊ അങ്ങോട്ട് പോയ ആ ചേച്ചി പെട്ടെന്ന് ഇത് കണ്ടു. പെട്ടെന്ന് അവർ ഓടി വരുവാണ്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി അവിടെയുള്ള ആ ബസ് സ്റ്റോപ്പിലേക്ക് എടുത്തുകൊണ്ട് കിടത്തുവാണ് വിമലേനെ. പിന്നീട് അവിടെ കൂടിയിരുന്ന ഒരാളുടെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അങ്ങനെ മുഖത്ത് വെള്ളം എല്ലാം തളിച്ചു കഴിഞ്ഞപ്പോ ബോധം വീണ് കഴിഞ്ഞപ്പോ ആ ചേച്ചി ചോദിച്ചു, അല്ല ചേച്ചി വിമലേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഈ തലകറക്കം ഉണ്ടായത് പ്രശ്നമായി, എന്താണെന്നറിയില്ലല്ലോ. ഇനി BP ലോ ആയതാണോ ഷുഗർ ലോ ആയതാണോ ഒന്നും അറിയില്ലല്ലോ, ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയണം. കുഴപ്പമില്ല നിങ്ങൾ പൊക്കോ, സമയം വൈകൂലേ. എന്നൊരു കാര്യം ചെയ്യേ, കല്യാണമോളെ വിളിച്ച് പറയാണ്. ശരി ഞാൻ വിളിച്ചു പറഞ്ഞോളാം, പൊയ്ക്കോളാം പറയാണ്. അങ്ങനെ വിമല പതുക്കെ എഴുന്നേറ്റ് അവിടെ ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. ഇനി അവര് പറഞ്ഞ പോലെ കല്യാണിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഇനിയിപ്പൊ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങനെ ഓർത്ത് നേരെ ശ്രുതിനെ വിളിക്കണം. അപ്പൊ ശ്രുതിയുടെ മറ്റൊരു പേരാണ് ഈ കല്യാണി എന്നുള്ളത്. അങ്ങനെ വിളിക്കുവാണ്. ഈ സമയം ചന്ദ്രമതിയാണ് ഫോണിന്റെ അടുത്തുണ്ട്. ചന്ദ്രമതി നോക്കുമ്പോഴത്തേന് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഈ കസ്റ്റമേഴ്സ് വല്ലവരും ആണോ അറിയത്തില്ലോ, കോൾ എടുത്തേക്കാന്ന് ഓർത്തുണ്ട് കോൾ എടുക്കുവാണ്. ഈ സമയം അങ്ങേ തലക്കേതെന്ന് വിമല പറഞ്ഞു, അതെ മോളോട് ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും കല്യാണി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടതും ചന്ദ്രമതി എടുത്ത്, കല്യാണി അതാരാ? ഒന്നും മനസ്സിലായില്ല അങ്ങോട്ട്. അത് മോളെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സങ്കടപ്പെടുകയും ചെയ്യില്ലെന്ന് പറയണം കേട്ടോ കല്യാണി എന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി കല്യാണിയോ അതാരാന്ന് ചോദിക്കണം. അപ്പോഴാണ് വിമലയ്ക്ക് അബദ്ധം മനസ്സിലായത്. കാരണം അവളല്ല കോൾ എടുത്തിരിക്കുന്നത്, വേറെ ആരോ ആണ് കോൾ എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അവളുടെ അമ്മായിമ്മയാണോ അറിയില്ല. പെട്ടെന്ന് വിമല പറഞ്ഞ്, സോറി കേട്ടോ റോങ് നമ്പർ ആണെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. അപ്പൊ ചന്ദ്രമതി എടുത്ത് ആരായിരിക്കും, വെറുതെ എല്ലാം വിളിച്ചായിരിക്കും എന്നൊരു ചിന്തയില് ചന്ദ്രമതി ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന സച്ചി തന്റെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുവായിരുന്നു. ഈ സമയത്ത് സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് മഹേഷ് ചോദിച്ചു, എന്താടാ എന്ത് പറ്റി? നീ ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നില്ല. അതേടാ ഞാനൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കാന്ന് പറയണം. പ്രശ്നത്തിൽപ്പെട്ടോ? സാധാരണഗതി ഞങ്ങളൊക്കെയാണ് പ്രശ്നത്തിൽപ്പെടുന്നത്, നീയല്ല. ഇപ്പൊ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതേടാ വലിയൊരു പ്രശ്നമെന്ന് പറയണം. പെട്ടെന്ന് മഹേഷ് എന്നിട്ട് എന്ത് കാര്യമുണ്ടെന്ന് തുറന്നു പറ സച്ചി, നിന്റെ പ്രശ്നം എന്താന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഞാൻ, എടാ കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടാവില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടത് മഹേഷും കൂട്ടുകാരും കൂടി ചിരിക്കുകയാണ്. പിന്നെ കുട്ടികളുണ്ടാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകത്തില്ലേന്ന് ചോദിക്കുക. അതെന്നെ ചോദ്യമാണ് സച്ചിന്ന് ചോദിക്കുക. ഈ സമയം സച്ചി പറഞ്ഞു, എടാ ചിരിക്കാൻ പറഞ്ഞല്ല, പിന്നെന്താ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ? എടാ നീ കാര്യം എന്താന്ന് പറ. അല്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ എപ്പോഴാ ഉണ്ടായെന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും ഒരു നിമിഷം മഹേഷ് നമ്പരുന്നു. മഹേഷ് പറഞ്ഞു, ഞാൻ കുഞ്ഞായിരുന്നപ്പം, പിന്നെ കുഞ്ഞല്ലാതെ അപ്പം വലുതാകുമ്പോഴാണോ ഉണ്ടാകുന്നേ, അതൊക്കെ എനിക്ക് അറിയാടാന്ന് പറയാ. പിന്നെന്താ കാര്യം? അതല്ലടാ കല്യാണം കഴിഞ്ഞ് എത്ര നാളുകൾക്ക് ശേഷം ഉണ്ടായിരുന്നു. അത്
എനിക്ക് അങ്ങനെ അറിയത്തില്ല. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുണ്ടായെന്ന് ചോദിക്കാം. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാ, ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാന്ന് പറയണം. അല്ലടാ, കല്യാണം കഴിഞ്ഞിട്ട് അന്ന് തന്നെ നിങ്ങൾ ശാന്തി മുഹൂർത്തം ആഘോഷിച്ചില്ലെന്ന് ചോദിക്കണം. ഓ മനസ്സിലായി, ആ പാലും പഴമൊക്കെ ആ ചടങ്ങല്ലേ ശാന്തി മുഹൂർത്തം, മനസ്സിലായി. ആ ശാന്തി മുഹൂർത്തമൊക്കെ ആഘോഷിച്ചായിരുന്നു പറയാം. അല്ല എന്നിട്ട് 3-4 വർഷം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായല്ലേന്ന് ചോദിക്കണം. അതെ, എന്താടാ കുഴപ്പം? ശശിക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല. പെട്ടെന്ന് വേറൊരു കൂട്ടുകാരനോട് നിൽക്കുന്നുണ്ടോ. എടാ, നിന്റെ കല്യാണത്തിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുണ്ടായത്? എടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 മാസം 11 മാസം കഴിഞ്ഞ് കുഞ്ഞുണ്ടായെന്ന് പറയാം. കണക്ക് അങ്ങോട്ട് ചേരുന്നില്ലോ എന്ന് പറയണം. അതെന്താടാ സച്ചി നീ അങ്ങനെ പറഞ്ഞു? അല്ല നീ അല്ലേ പറഞ്ഞു നിനക്ക് 11 മാസം കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോ മഹേഷ് പറഞ്ഞു അവന് 3-4 വർഷം കഴിഞ്ഞിട്ടാണ്. സത്യം പറ, നിങ്ങൾ ആരാ കള്ളം പറയണേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പത്തിന് മഹേഷ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, നീ എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയണേ? എടാ, ഇതൊക്കെ ദൈവം തരുന്നല്ലേ, അത് എപ്പോഴേത് സമയത്താന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിന് കൃത്യമായിട്ടൊരു സമയമൊന്നും പറയാൻ പറ്റുമെന്ന് ചോദിക്കുക. ഈ സമയം സച്ചി പറഞ്ഞു, അങ്ങനെയല്ലോ, നമ്മൾ ഈ ട്രെയിനിന്റെ സമയം കൃത്യമായിട്ട് പറയത്തില്ലേ, ഇന്ന സമയത്ത് വരും ഇന്ന സമയത്ത് പോകുന്നൊക്കെ. ഓ അങ്ങനെ, പക്ഷെ ഈ കേസ് നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സച്ചി എന്ന് പറയാം. സച്ചിക്ക് ആപ്പാ ടെൻഷൻ. ഈ സമയത്ത് മഹേഷ് ചോദിച്ചു, അല്ല നീ ഇത്രയും പറയുന്നുണ്ടല്ലോ, നിന്റെ അച്ഛന് നീ എപ്പോഴും ഉണ്ടായെന്ന് ചോദിക്കുക. ഇത് കേട്ട അച്ഛന്റെ കാര്യം കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് പെട്ടെന്ന് ആ ബോധം ഉണ്ടായതോ. അയ്യോ, അച്ഛന്റെ കൂടെ ലേബർ കോർട്ട് പോണല്ലോ, അത് ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് ഓടി വണ്ടിയിലേക്ക് പോയി കയറുവാണ്. മഹേഷ് ചോദിച്ചു, നീ ഇത് എന്ത് പോക്കാടാ പോന്നെ? നീ അവിടെ നിക്കാൻ പറയണം. നിക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞിട്ട് സച്ചി കാർ എടുത്തോണ്ടും കൂടെ പോവാണ്. പിന്നെ കാണിക്കുന്ന ചന്ദ്രമതിയുടെ ആപ്പിളൊക്കെ എടുത്തോണ്ട് വരുവാണ്. ആപ്പിളൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയം ശ്രുതി അങ്ങോട്ട് വന്നു. അപ്പൊ ശ്രുതിയോട് ചോദിച്ചു, മോളിത് എണ്ണെടുക്കുമായിരുന്നു ചോദിക്കാണ്. ഞാൻ അകത്തായിരുന്നു അമ്മയെന്ന് പറയണം. മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ ഈ ആപ്പിൾ കട്ട് ചെയ്ത് തരാന്ന് പറയണം. ആ സമയത്ത് രേവതി അങ്ങോട്ട് വരുന്നേ. രേവതിനെ കണ്ടിച്ചു, നീ എങ്ങോട്ടാ പോണേ? അമ്മ ഞാൻ ഈ തുണി ഒന്ന് കഴുകാൻ പോവാന്ന് പറയണം. ഓഹോ, അപ്പൊ ഇത്ര സമയത്ത് അടുക്കള കയറിയിട്ടില്ലേ? ഇല്ലമ്മ, ഞാൻ തുണി കഴുകിയിട്ട് വന്നിട്ട് കയറിക്കോളാം എന്ന് പറയാം. ഓ അങ്ങനെയല്ലേ, ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് കൊണ്ടേ കഴുകിയിട്ട് വന്നിട്ട് നീ അടുക്കള കയറാൻ പറയണം. രേവതി എന്ത് ചെയ്യാണ്, അവിടെ കുറെ ആൾക്കാരുടെ ഡ്രസ്സ് ഇരിപ്പുണ്ട്, അതും കൂടെ സച്ചിയുടെ തന്നെ എടുക്കാൻ നിർത്തോണ്ട് അതങ്ങ് എടുക്കാനായിട്ട് അങ്ങ് പോകണം. അങ്ങനെ പോയി നോക്കി കഴിയുമ്പോഴത്തേനും സച്ചിയുടെ അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്നു. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതിയാണ് അവിടെ ഇരിക്കുന്ന തറ തുടയ്ക്കുന്ന സ്റ്റിക്ക് അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അതിനകത്തുള്ള ബനിയനൊക്കെ അതുകൊണ്ട് എടുത്ത് മാറ്റി അങ്ങോട്ട് വേറെ ബക്കറ്റിനകത്തേക്ക് ഇടുക. ഈ കാഴ്ച ചന്ദ്രമതി കണ്ടു. ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു, നീ എന്താ കാണിക്കണെന്ന് ചോദിക്കാം. അല്ല പിന്നെ ഇത് സച്ചിയുടെ അല്ലമ്മയെന്ന് പറയണം. ഹോ, അല്ലേലും അത് എനിക്കറിയാവുന്ന കാര്യമാണ്, കാരണം 100 രൂപയ്ക്ക് 4 മേടിക്കുന്നേ. അവന് എങ്ങനെ ഇതൊക്കെ വില, ഇത്ര നല്ല സാധനങ്ങളൊന്നും വരത്തില്ലോ, അത് സുധീടിയാന്ന് പറയണം. ഇത് കേട്ടൻ രേവതിക്ക് ദേഷ്യം വന്നു. രേവതി പറഞ്ഞേ, 100 രൂപയ്ക്ക് 4 മേടിക്കുന്നെങ്കിലും ആ 100 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അധ്വാനിക്കുന്നുണ്ടാക്കുന്ന പൈസയാ, സ്വന്തം അധ്വാനത്താൽ ഉണ്ടാക്കുന്ന പൈസ കൂടെ അത് വാങ്ങിച്ചിരുന്നേ, അല്ലാതെ ആരുടെ ഓസില് ആരുടെ മുന്നിൽ കൈ നീട്ടിയിട്ടല്ലാന്ന് പറയാം. ചന്ദ്രമതിക്ക് കർണത്തടിയേറ്റ പോലെ ആയിപ്പോയി. പടി കൊടുത്ത് അടി വാങ്ങിന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. ഓഹോ, നിനക്ക് അത്രയും അഹങ്കാരമാണെന്ന് ചോദിക്കും. അതും കൂടെ കൊണ്ടേ കഴിയിടാൻ പറയാ. അന്ന് എന്നെ കൊണ്ട് കഴിയാൻ പറ്റത്തില്ല, ഞാൻ വേണേ തുണി കഴുകുക, എന്റെ സച്ചിയുടെ അച്ഛന്റെ അമ്മയുടെ ശ്രീയുടെയും തുണി വേണേ കഴുകാം. പക്ഷേങ്കില് ശ്രുതിയുടെ തുണി കഴുകേണ്ട ആവശ്യം എനിക്കില്ല, അതിന് ശ്രുതി ഉണ്ടല്ലോ, ശ്രുതി വേണേ പോയി കഴുകട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഇവള് പോയി കഴുകാനായിട്ടാ? നല്ല കഥയായിപ്പോയി. ഇവള് ബ്യൂട്ടി പാർലർ ജോലി ചെയ്യുന്ന, അത് മാത്രമല്ല നല്ല വരുമാനം ശമ്പളമായിട്ട് വരുന്നുമുണ്ട്, ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. പോരാത്തതിന് ഇവളുടെ അച്ഛനാണെങ്കിൽ കോടീശ്വരനാ. അപ്പൊ ഇവളെ കൊണ്ട് തുണി കഴിക്കാനായിട്ടാ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു രേവതിന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാ, തുണി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അമ്മ തന്നെ കൊണ്ട് പോയി കഴുകി കൊടുത്താൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഞാനോ, പിന്നെന്താ കുഴപ്പം, എന്നെ കൊണ്ട് എന്താണ് ബാക്കിയുള്ളവർ തുണിയൊന്നും കഴുകാൻ പറ്റില്ല എന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി, പിന്നെ നിനക്കിവിടെ എന്താ പണി? എനിക്കിവിടെ എന്താ പണിയെന്ന് അമ്മയ്ക്ക് അറിയാലോ, കൂടുതൽ അമ്മയെന്ന് പറയാൻ വരണ്ട, ഞാൻ എന്താണോ തുണിയൊന്നും കഴുകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് മുഖത്ത് എടുത്തടിച്ച പോലെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ്. ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, മോളൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന കോടതിയിലെ കേസ് വിളിക്കുകയാണ്. ഈ സമയത്ത് ജഡ്ജി രവീന്ദ്രനോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ പെൻഷൻ തുക അത് തടഞ്ഞു വെക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ് മധുസൂദനൻ. ഇത് കേട്ടപ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയത്തില്ല സാർ അതെന്താ കാരണം എന്നുള്ളത്. കാരണം കുറെ കാലം ഞാൻ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്, ഒരു പക്ഷേങ്കിൽ ഞാൻ സർവീസിലിരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു പേര് ദോഷം ഒന്നും കേൾപ്പിച്ചിട്ടില്ല, അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കില് എനിക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുക, എന്ത് കാരണം എന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടതും മധുസൂദനൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ ഞാൻ പറയാൻ കാരണം എന്താന്ന്. ജഡ്ജി പറഞ്ഞു, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അയാൾ പറയട്ടെ എന്ന് പറയണം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അല്ല അത് പിന്നെ സാർ, എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ സമയത്ത് എന്റെ രണ്ടാമത്തെ മോനും ഇദ്ദേഹം തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ രണ്ടാമത്തെ മോന്
ഇദ്ദേഹത്തിന്റെ കോളർ കയറി പിടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എന്റെ പെൻഷൻ തടഞ്ഞു വെച്ചെന്ന് പറയും. ഓ അങ്ങനെയാണ് കാര്യങ്ങള്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ഓടിക്കയറി വരുവാണ്. അതേ അച്ഛൻ എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ സമയം പോയത് അറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ വൈകിയെന്ന് പറയണം. പെട്ടെന്ന് ജഡ്ജി ചോദിച്ചു ഇതെന്താ, ഇതാരാന്നൊക്കെ ചോദിക്കുവാണ്. അപ്പൊ ഇത് കേട്ടപ്പോ രവീന്ദ്രന് പെട്ടെന്ന് ഒരു നിമിഷം ഒരു വെപ്രാളം ഉണ്ടായി. എന്ത് ചെയ്യണം, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അത് കോടതിയാണ്, അതിൻ്റെതായ ചിട്ടകളും കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ രാവിലെ വരാട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.